ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മह्यं ദദാതി സുഗതാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപഥകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകല രഘുനാഥാംവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീവിശാഖാംവിതംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी. मूकं करोति वाचालं भङ्गं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. योऽन्तः प्रविश्य मम वाचमिमां प्रसूतां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वादीन् प्राणां नमो भगवते पुरुषाय तुभ्यं. जयदं सुहृदो पङ्गुर्ममोहन्तमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो. तमादिदेवं करुणानिधानं तमालवर्णं सुहितावतारम् अपार संसार समुद्रसेतुं भजामहे भागवतस्वरूपम्. परमानंद पाठाय प्रेमवर्षि अक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तुते. गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः. ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് പുതിയ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 16-ാമത്തെ അധ്യായം, ആദ്യത്തെ ശ്ലോകം മുതൽക്ക്. എന്താണ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ? എന്താണ്? ഹൗ പരീക്ഷിത് റിസീവ് ദ ഏജ് ഓഫ് കലി. ടെക്സ്റ്റ് 1. സൂത ഉവാച തഥാ പരീക്ഷിത് ദ്വിജവർയ ശിക്ഷയാ മഹിം മഹാഭാഗവത സസാസഃ യഥാ ഹി സൂത്യം അഭിജാതകോ വിദാ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തഥാ. സൂത ഉവാച തഥാ പരീക്ഷിത് ദ്വിജവർയ ശിക്ഷയാ മഹിം മഹാഭാഗവത സസാസഃ യഥാ ഹി സൂത്യം അഭിജാതകോ വിദാ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തഥാ. ഹരേ കൃഷ്ണ. हरे कृष्णा. प्रणाम प्रभु जी. सूत उवाच तथा परीक्षित द्विजवर्य शिक्षया महि महाभागवत शशासः यथा हि सूत्यामभिजातकोविता समादिशन् विप्रमहद्गुणस्तथा. विवर्तनं भावार्थं by His Divine Grace Sabhi Charanarinda Bhakti Vedanta Swami. Srila Prabhupada ki jai. സൂതഗോസ്വാമി പറഞ്ഞു, അല്ലയോ വിദ്വാൻമാരായ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, അനന്തരം മഹാരാജാവ് പരീക്ഷിത്ത് മഹാഭാഗവതൻ എന്ന നിലയിൽ ദ്വിജശ്രേഷ്ഠരായ ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം അഖില ഭുവനവും ഭരിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ജനന സമയത്ത് ജ്യോതിഷ പണ്ഡിതന്മാർ പ്രവചിച്ച ഉത്കൃഷ്ടമായ ഗുണങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ഭരണം നിർവഹിച്ചു. ഹരേ കൃഷ്ണ. ഇപ്പോൾ Suta Goswami said, O learned Brahmanas, Maharaja Parikshit then began to rule over the world as a great devotee of the Lord under the instructions of the best of the twice-born Brahmanas. He ruled by those great qualities which were foretold by expert astrologers at the time of his birth. നമുക്കറിയാം, ഇതിന്റെ മുമ്പത്തെ അധ്യായത്തില്
പാണ്ഡവന്മാര് ടൈംലി റിട്ടയർമെന്റ് അവരെല്ലാം ഈ ധരാത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് തിരോഭാവം നടന്നു. അപ്പോ അതിനു മുമ്പ് തന്നെ യുധിഷ്ഠിര മഹാരാജാവ് പരീക്ഷിത് മഹാരാജാവിനെ സ്ഥാനാരോഹണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷിത് മഹാരാജാവാണ് അതിന് പിന്നീട് ശേഷം, അതായത് യുധിഷ്ഠിര മഹാരാജാവിന് ശേഷമുള്ള ചക്രവർത്തി ഈ ഭൂമിയിലെ ഈ ധരാത്തലിന്റെ. അപ്പോ സുത ഗോസ്വാമി ആരോടാണ് പറയുന്നത്? ശൗനകാദി ഋഷികളോടാണ് പറയുന്നത്. ഓൾ ലേണഡ് ബ്രാഹ്മണാസ്. Maharaja Parikshit then began to rule over the world as a great devotee of the Lord under the instructions of the best of the twice born Brahmanas. അതായത് അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരം, ആരുടെ ഉപദേശപ്രകാരമാണ് രാജ്യം ഭരിച്ചിരുന്നത്? ട്വൈസ്, ബെസ്റ്റ് ഓഫ് ദ ട്വൈസ് ബ്രാഹ്മണാസ്. അപ്പോ എല്ലാവർക്കും അവർ ക്ഷത്രിയന്മാരാണ്, അവർ രാജഭരണം ചെയ്യുന്ന ആൾക്കാരാണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. പക്ഷെ അവരുടെയും മുകളിലാണ് ആര്? ബ്രാഹ്മണന്മാര്. ബ്രാഹ്മണന്മാരുടെ ഉപദേശപ്രകാരമാണ് ക്ഷത്രിയന്മാര് രാജ്യം ഭരിക്കുക. ഹി റൂൾഡ് ബൈ ദോസ് ഗ്രേറ്റ് ക്വാളിറ്റീസ്. പരീക്ഷിത് മഹാരാജ് ജനിച്ച സമയത്ത് ഹോറോസ്കോപ്പ്, ജാതകർമ്മം അല്ലെ, അത് ചെയ്യുന്ന സമയത്ത് ആസ്ട്രോളജീസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം നല്ലൊരു ശുദ്ധഭക്തനാവും, ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ടായിരിക്കും, നല്ലൊരു രാജഭരണം കാഴ്ചവെക്കും, അദ്ദേഹം നല്ലൊരു ഭക്തനായി. ഒരു ഭക്തനായാൽ എല്ലാ ക്വാളിറ്റിയും വന്നു എന്നർത്ഥം, ബാക്കി എല്ലാ ക്വാളിറ്റിയും ഉണ്ടായിരിക്കും. ഒരു ഭക്തനായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്വാളിറ്റിയും. അപ്പോ ഈവൻ കുട്ടിക്കാലത്ത് തന്നെ, ജനിച്ച കൂട്ടത്തിൽ തന്നെ ആസ്ട്രോളജേഴ്സ് എന്താണ് പ്രവചിച്ചത്? ഒരു നല്ല ഭക്തനാവും, എല്ലാ നല്ല ക്വാളിറ്റീസും. അതിനുള്ള ഉദാഹരണങ്ങളും ഓരോ ഇന്ന ആളെ പോലെ ആയിരിക്കും രാജഭരണത്തിലെ, ഹ്യൂമിലിറ്റിയിലെ, സ്ട്രെങ്ത്തിലെ, അങ്ങനെ ഓരോ കാര്യത്തിലും, ദാനത്തിലെ ഓരോ ആൾക്കാരെ അദ്ദേഹം ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിനെ ഉപമിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഗ്രേറ്റ് ക്വാളിറ്റീസ് എന്റെ മുമ്പത്തെ 12ാമത്തെ ചാപ്റ്ററിലിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പരീക്ഷിത് മഹാരാജാവിന്റെ ജനനത്തെ പറ്റിയിട്ടുള്ള ആ ചാപ്റ്ററിൽ. അപ്പൊ എല്ലാ ക്വാളിറ്റീസും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? ഭക്തനായിരുന്നാൽ എല്ലാ ക്വാളിറ്റീസും. പിന്നെ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഉദരത്തിൽ തന്നെ ഭഗവാനെ ദർശിച്ചിട്ടാണ്. പെർഫെക്റ്റഡ് ബീയിങ് ആണ്. എന്നിട്ടും അദ്ദേഹം ആരുടെ അഡ്വൈസ് സ്വീകരിച്ചു? ബ്രാഹ്മണന്മാരുടെ. അപ്പൊ അതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എത്ര വലിയ ആളായാലും ശരി, ഒരു അഡ്വൈസർ വേണം, ഒരു സ്പിരിച്വൽ മാസ്റ്റർ വേണം, ഒരു നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയും അറിവുള്ള സുപ്പീരിയേഴ്സ് നമുക്ക് വേണം എന്നതാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഇതാണ്. അപ്പോൾ ആ വർണ്ണാശ്രമ ധർമ്മം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇപ്പൊ ബ്രാഹ്മണന്മാരാണ് റൂളേഴ്സിന്, രാജാക്കന്മാരെ ഉപദേശിക്കുന്നത്. അവരുടെ ഉപദേശപ്രകാരം നമുക്കറിയാം, ശ്രീരാമചന്ദ്രന്റെ സമയത്തും അയോധ്യയിലെ ദശരഥ മഹാരാജാവിന് അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. ആരാണ്? വശിഷ്ഠമുനി അല്ലേ? ശ്രീരാമചന്ദ്ര ഭഗവാന് അവർക്കും ഉണ്ടായിരുന്നു, വശിഷ്ഠമുനി ഉണ്ടായിരുന്നു, അതേപോലെ വിശ്വാമിത്ര മഹർഷി ഉണ്ടായിരുന്നു. അവരുടെ ആ ഉപദേശപ്രകാരമാണ് അവരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഈവൻ കോർട്ടില്, രാജകൊട്ടാരത്തില്, അവരുടെ കോർട്ടില് അഡ്വൈസേഴ്സ്, ഒരു കമ്മിറ്റി തന്നെ ഉണ്ടായിരിക്കും. പാണ്ഡവന്മാർക്ക് അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ മെയിനായിട്ട്, ധൗമ്യ മഹർഷി അല്ലെ, അതേപോലെ ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, ഇവരെല്ലാം അഡ്വൈസേഴ്സ് ആയിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാം അഡ്വൈസറി കമ്മിറ്റിയുടെ അത് പ്രകാരമാണ് ഇവരെല്ലാം. നല്ല അഡ്വൈസേഴ്സ് വേണം, നല്ല ഉപദേശകർ വേണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് രാജ്യഭരണം ചെയ്യാൻ പറ്റൂ. അപ്പോ ഏതൊരു ക്ഷത്രിയനും രാജാവാണെങ്കിൽ അവർക്ക് ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഉപദേശപ്രകാരം, നിർദ്ദേശപ്രകാരമാണ് അവര് നന്നായിട്ട് രാജ്യം ഭരിക്കാൻ പറ്റുള്ളൂ അല്ലെ. ദുര്യോധനന്റെ അഡ്വൈസേഴ്സ് എങ്ങനെയായിരുന്നു? ശകുനി, കർണൻ അല്ലെ, അല്ലെങ്കിൽ ശിശുപാലൻ, ദുശാസൻ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ അവരുടെ നമുക്കറിയാം, അങ്ങനത്തെ അഡ്വൈസേഴ്സ് ആണ് കിട്ടിച്ചാൽ അത് നേരെ നെഗറ്റീവായിട്ട് വരും. ഒരിക്കലും നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റില്ല. അവരെ ആ ഒരു സ്വാർത്ഥ താല്പര്യം മാത്രം അവർ നോക്കും, ബാക്കിയൊന്നും നോക്കില്ല. പ്രജകളെ പറ്റി ചിന്തിക്കില്ല, രാജ്യത്തെ പറ്റി ചിന്തിക്കില്ല. ഇന്നത്തെ കാലത്തും അതന്നെ സംഭവിക്കുന്നത്. ഇന്ന് രാജാവും അതേപോലെ അഡ്വൈസേഴ്സും പ്രജകളും എല്ലാം, അപ്പൊ ഈ കറപ്ഷൻ വരുന്ന എവിടുന്നാണ്? മുകളിൽ നിന്നാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ രാജാക്കൻ, അതായത് ഇന്നത്തെ മിനിസ്റ്റേഴ്സിന്റെ കറപ്ഷൻ ആണ്. ആ കറപ്ഷൻ തന്നെ മുകളിൽ നിന്നാണ് വരുന്നത്.
ടോപ്പിലുള്ള മിനിസ്റ്റേഴ്സ് 1000 രൂപ വാങ്ങുകയാണെങ്കിൽ താഴെ കെട്ടുള്ള ആൾക്ക് 5 രൂപ 10 രൂപ 100 രൂപ അങ്ങനെ കൊടുക്കും. അപ്പൊ എല്ലാവരും അത് താഴെ കെട്ടുന്നെല്ലാം വിളിക്കുന്നത്. അപ്പോൾ രാജാക്കന്മാർ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് റൂളേഴ്സ് നല്ലവരായില്ലെങ്കിൽ രാജ്യം നന്നായിരിക്കില്ല, പ്രജകൾ നന്നായിരിക്കില്ല. ഒരു ഭക്തൻ പറയായിരുന്നു, അതായത് ഒരു പ്രാക്ടീസിങ് ഭക്തൻ ഒരു ജോലി കിട്ടി ഇലക്ട്രിസിറ്റി ബോർഡിൽ, ബീഹാറിൽ എവിടെയാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടിയപ്പോൾ എല്ലാവരും ബ്രൈബ് മേടിക്കുന്ന ആൾക്കാരാണ്, കൈക്കൂലി. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം അത് കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണ്, പാടില്ല, അത് പാപമാണെന്നറിയാം. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ഓരോരുത്തരും കൊണ്ടു കൊടുക്കും ഓരോ കാര്യം സഹായിക്കാൻ വേണ്ടിയിട്ട്, സർട്ടിഫിക്കറ്റ് അതിൽ അപ്രൂവലിന് വേണ്ടിയിട്ടും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പൈസ കൊടുക്കും, ഇദ്ദേഹം മേടിക്കില്ല. ഇപ്പോൾ ഒരു സമയത്ത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, എന്തോ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു പ്രമാണി ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു സൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഡോക്യുമെന്റ്സും ശരിയല്ല, എല്ലാ ഡോക്യുമെന്റ്സ് ശരി കൊണ്ടാണ്. അദ്ദേഹത്തിന് ഡോക്യുമെന്റ് ഇല്ല, അതായത് ശരിക്കുള്ള പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി കുഴപ്പമില്ല. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ചെന്നു, അപ്പോഴും അദ്ദേഹം സമ്മതിച്ചില്ല, ഞാൻ സൈൻ ചെയ്യില്ല, കാരണം നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല, അങ്ങനെ സൈൻ ചെയ്യില്ല. മൂന്നാമത്തെ തവണ അദ്ദേഹം ചെന്നില്ല. ഇദ്ദേഹം ഓഫീസ് വിട്ട് വരുന്ന വഴിക്ക് വഴിയിൽ തടഞ്ഞിട്ട് 1,00,000 രൂപ കയ്യിൽ കൊടുത്തു. അവന് കയ്യിലെ കത്തിയും കാണിച്ചു കൊടുത്തു, നിങ്ങൾ സൈൻ ചെയ്യണോ, സൈൻ ചെയ്താൽ ഈ 1,00,000 രൂപ തരാം, അല്ലെങ്കിൽ കത്തി കാണിച്ചിട്ട് അദ്ദേഹത്തിനെ ത്രട്ടൺ ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അപായമാകുന്ന ഒരു സ്ഥിതിയിലെത്തി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ കൗൺസിലിനെ വിളിച്ചു. എന്താണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൗൺസിലർ പ്രത്യേകം പറഞ്ഞിട്ട് ഒരു ബ്രൈബും ഒരു കൈക്കൂലിയൊന്നും വാങ്ങാൻ പാടില്ല, നമ്മൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ത്രട്ടൺ വന്നപ്പോൾ കൗൺസിൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കും, പൈസ മേടിച്ചിട്ട് അമ്പലത്തിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഉപയോഗിക്കും, കാരണം നമ്മുടെ ലൈഫാണ് വലുത്. ഇന്നത്തെ കാലത്ത് നമ്മൾ എത്ര നന്നായിട്ട് ജീവിക്കണം വിചാരിച്ചാലും ആൾക്കാർ സമ്മതിക്കില്ല, ബ്രൈബ് മേടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കൂടിയിട്ട് നമ്മളുടെ സൊസൈറ്റി അതിനെ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്നത്തെ എല്ലാ രാജാക്കന്മാർ, അതായത് മിനിസ്റ്റേഴ്സ്, നമ്മുടെ ഇന്നത്തെ കാലത്ത് മിനിസ്റ്റേഴ്സ് അല്ലെ, അവരെല്ലാവരും എല്ലാം ക്രൂക്കഡാണ്, എല്ലാവരും അഴിമതിക്കാരാണ്. അതുകൊണ്ടാണ് ഇവിടെ ശരിക്ക് ഒരു അരാജകത്വം നടക്കുന്നത്. ശരിക്കുള്ള രാജഭരണം ഇല്ലെങ്കിൽ അതാണ്. പക്ഷെ പരീക്ഷിത് മഹാരാജന്റെ സമയത്ത്, അതേപോലെ ഇതിന്റെ മുമ്പത്തെ രാജാക്കന്മാര്, ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം തുടങ്ങുന്ന സമയത്ത് അതിന്റെ ആ ഡിറ്റീറിയേഷൻ നടന്നു വന്നു. അതാണ് ഇതിന്റെ ചാപ്റ്ററിന്റെ ക്യാപ്ഷൻ എന്നാണ്, ഹൗ പരീക്ഷിത് റിസീവ് ദ പേഴ്സണാലിറ്റി ഓഫ് കലി അല്ലെ. അപ്പൊ ഇവിടെ അതിൽ പറഞ്ഞ ഹൗ ഹി റിസീവ്ഡ്, കലി ഒരു ഓസ്പീഷ്യസ് പേഴ്സൺ അല്ല, വെൽക്കം ചെയ്യല്ല ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ക്യാപ്ഷൻ അതാണ് കൊടുക്കുന്നത്, നമ്മളൊരു നല്ല ആളെ റിസീവ് ചെയ്യുള്ളൂ, സ്വീകരിച്ച് നമ്മൾ റൂമിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി സൽക്കരിക്കുള്ളൂ. പക്ഷെ ഇവിടെ ഹൗ ഹി കൺഫ്രണ്ടഡ് എന്നാണ്. പക്ഷെ അത് ഒരു സർക്കാസം ഉപയോഗിച്ചിട്ടാണ് ഈ ക്യാപ്ഷൻ. കാരണം വെച്ചാൽ കലി എന്ന് പറഞ്ഞാൽ ഇൻഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഇതാണ്, പേഴ്സണാലിറ്റിയാണ്. കലിയുഗം എന്ന് പറഞ്ഞാൽ നല്ല സമയമല്ല. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരാളെ നമ്മൾ സ്വീകരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരില്ല. പക്ഷെ നിവൃത്തിയില്ല, കലികാലത്തിന്റെ വൈഭവം, കലികാലത്തിന് കലിപുരുഷൻ മരണം, അതിന്റെ ഷെഡ്യൂൾ ടൈമാണ്. ഇപ്പോൾ മഹാരാജ പരീക്ഷിത്തുള്ള സമയത്ത്, അതായത് ദ്വാപരയുഗം ജസ്റ്റ് കഴിഞ്ഞു, കലിയുഗം തുടങ്ങുന്ന ആ ജങ്ഷറിലാണ് കലി പേഴ്സണാലിറ്റി വരുന്നത്. ഇപ്പോ പരീക്ഷിത് മഹാരാജാവ് ഒരു ക്ഷത്രിയനാണ്. അപ്പൊ ആര് അഭയം ആഗ്രഹിച്ചാലും അവർക്ക് അഭയം കൊടുക്കുന്ന രാജാക്കന്മാരാണ് അന്നത്തെ കാലത്ത്. ആരാണ് ചോദിച്ചത്, ക്ഷത്രിയൻ്റെതാണ്. ക്ഷത്രിയനെ ആരെങ്കിലും സമർപ്പണം ചെയ്തു വെച്ചാൽ അവരെ രക്ഷിക്കും, സംരക്ഷിക്കും. അതാണ് ക്ഷത്രിയൻ. ഇവിടെയും അതാണ് സംഭവിച്ചത്. അത് നമ്മുടെ ഈ ചാപ്റ്ററിൽ മുന്നോട്ടുള്ള ശ്ലോകങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹി റൂൾഡ് ബൈ ദോസ് ഗ്രേറ്റ് ക്വാളിറ്റീസ് വിച്ച് വർ ഫോർടോൾഡ് ബൈ എക്സ്പെർട്ട് അസ്ട്രോളജേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് ബർത്ത്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള ക്വാളിറ്റീസ്, നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ഇത് പ്രവചിച്ചിരിക്കുന്നത് എക്സ്പെർട്ട് അസ്ട്രോളജേഴ്സ് ആണ്. അന്നത്തെ അസ്ട്രോളജേഴ്സും ഇന്നത്തെ പോലത്തെ ആൾക്കാരല്ല.
അന്ന് പ്രവചനം പറഞ്ഞാൽ അത് ആ പ്രവചിച്ച പോലെ തന്നെ സംഭവിക്കും. ഇന്നത്തെ ആൾക്കാരെല്ലാം കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിരിക്കുകയാണ്. ആ ഫീഡിങ് നമ്മൾ എന്താണ് ഇൻഫർമേഷൻ കൊടുത്തത് തെറ്റായാൽ അതിന്റെ ഔട്ട്കം, അതിന്റെ ഔട്ട്പുട്ടും തെറ്റായിരിക്കും. അപ്പൊ ഇന്ന് അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള അസ്ട്രോളജേഴ്സും ഇല്ല. അവിടെ ഉണ്ടെങ്കിൽ തന്നെ വിരൽ എണ്ണാവുന്ന അത്ര ആൾക്കാരുണ്ടാവുള്ളൂ. എല്ലാം മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവര് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ടായിരിക്കാം. കാരണം വെച്ചാൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്ത് തന്നെ എറർ ആണെങ്കിൽ പിന്നെ എങ്ങനെ അതിന്റെ ഔട്ട്പുട്ട് ശരിയാവും? So at the time of Maharaja Parikshit's birth, the expert astrologer Brahmanas foretold some of his qualities. Maharaja Parikshit developed all those qualities, being a great devotee of the Lord. The real qualification is to become a devotee of the Lord, and gradually all the good qualities worthy of possession develop. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭക്തനാവ്. ആ ഭക്തനായി കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി എല്ലാ ക്വാളിറ്റി, നല്ല ക്വാളിറ്റീസും വന്നു ചേരും. Maharaja Parikshit was a Mahabhagavata or a first-class devotee, was not only well-versed in the science of devotion, but also able to convert others to become devotees by his transcendental instruction. Mahabhagavata, ഒരു ഫസ്റ്റ്-ക്ലാസ് ഡിവോട്ടി, പ്യൂർ ഡിവോട്ടിയാണ് മഹാരാജ പരീക്ഷിത്. കൃഷ്ണ ലീലസ്തവയില് സനാതന ഗോസ്വാമി പറയുന്നുണ്ട്, പരമാനന്ദ പാഠായ പ്രേമവർഷി അക്ഷരായതേ സർവദാ സർവസേവയായ ശ്രീകൃഷ്ണായ നമസ്തേ. ഭാഗവതത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ ആണ്. രണ്ട് ഭാഗവതന്മാരുണ്ട്, ഒന്ന് ഡിവോട്ടി ഭാഗവത, ഒന്ന് ബുക്ക് ഭാഗവത. ഓക്കെ, അപ്പൊ ആ ബുക്ക് ഭാഗവത നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ആരാണ്? അൾട്ടിമേറ്റ്ലി ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത്. കാരണം ബുക്ക് ഭാഗവത ആൻഡ് പേഴ്സൺ ഭാഗവത ആർ നോൺ ഡിഫറെന്റ്. ഭഗവാന്റെ ഇൻകാർണേഷൻ ആണ്, ലിറ്റററി ഇൻകാർണേഷൻ ആണ് ബുക്ക് ഭാഗവത. അപ്പൊ ഭാഗവതം വായിച്ചാൽ ഭാഗവത്തിന്റെ, അതായത് പരമാനന്ദ പാഠായ പ്രേമവർഷി അക്ഷരായതേ, പ്രേമവർഷി, ഓരോ അക്ഷരത്തിലും നമ്മളെ ഓരോ സിലബിൾസിലും എന്താണ്? പ്രേമമാണ് വർഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഭാഗവതം വായിക്കുകയാണെങ്കിൽ അത് എസ്പെഷ്യലി ഒരു മഹാഭാഗവതന്റെ കീഴിൽ നമ്മൾ ഭാഗവതം പഠിക്കുകയാണെങ്കിൽ ഓരോ അക്ഷരത്തിലും നമുക്ക് എന്താണ്? ആ ഭഗവാന്റെ പ്രേമം അത് കിട്ടും. അപ്പൊ ഇവിടെ മഹാരാജ പരീക്ഷിത്തും അങ്ങനെ ഒരു മഹാഭാഗവതായിരുന്നു. എല്ലാവരെയും ഈ ഡിവോഷനിൽ കൊണ്ടുവരാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആൾസോ ഏബിൾ ടു കൺവേർട്ട് അതേഴ്സ് ടു ബിക്കം ഡിവോട്ടീസ് ബൈ ട്രാൻസെൻഡന്റൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് പൊതുവെ ആരും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരില്ല. നമ്മളെ എൻഗേജ് ചെയ്യുന്നത് എല്ലാം മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും ശരി, എല്ലാം നമ്മളുടെ ഇന്ദ്രിയ ഭോഗത്തിനുള്ള അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഏർപ്പെടുന്നത്, അല്ലെ, ഇൻവോൾവ് ആകുന്നത്. അല്ലാണ്ട് നമ്മളെ ഈശ്വര സാക്ഷാത്കാരത്തിന് പ്രേരിപ്പിക്കുന്ന, അതിലേക്ക് നയിക്കുന്ന ഒരു കാര്യത്തിലും നമ്മൾ എൻഗേജ് ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്തെ ആൾക്കാർ, അല്ലെ. വളരെ 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 കുറച്ച് ആൾക്കാരാണ് അങ്ങനത്തെ ലൈനിൽ കുറച്ചെങ്കിലും ശ്രമിക്കുന്നുള്ളൂ. വളരെ വളരെ വർണ്ണാശ്രമ ധർമ്മം, അല്ലെ. എന്തിനാണ് വർണ്ണാശ്രമം ധർമ്മം നമ്മൾ ഫോളോ ചെയ്യുന്നത്? സംസിദ്ധിർ ഹരിതോഷണം, ഭഗവാൻ ഹരിയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർണ്ണാശ്രമ ധർമ്മം. പക്ഷെ ഇന്ന് ആ വർണ്ണമില്ല, ആശ്രമമില്ല, എല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കും ഇന്ദ്രിയ ഭോഗത്തിനു വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഈശ്വര സാക്ഷാത്കാരത്തിനോ നമ്മൾ ഈ ചക്രം, അതായത് ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ള ബ്രഹ്മാണ്ടങ്ങളിലോ ഏതെങ്കിലും ഗ്രഹങ്ങളിലോ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജന്മം, മൃത്യു, ജരാവ്യാധി കൂടെ. ചിലപ്പോൾ മനുഷ്യൻ, ചിലപ്പോൾ മൃഗങ്ങൾ, ചിലപ്പോൾ പക്ഷികൾ, ചിലപ്പോൾ വൃക്ഷങ്ങൾ, അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള യോനികൾ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും അതിനു വേണ്ടിയിട്ടാണ് എങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ, അതായത് ഭൗതിക സുഖങ്ങൾ, ഇന്ദ്രിയ ഭോഗങ്ങളിൽ ഏർപ്പെടുത്താം, അത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഏത് ജോലിയിൽ സ്വീകരിച്ചാലും ശരി, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾസ്, എത്ര നല്ല സ്വാത്വികനായാലും ശരി. കാരണം ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സൊസൈറ്റി ഈ പ്രിൻസിപ്പിൾ, പ്രധാനപ്പെട്ട 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് നമുക്കറിയാം, അല്ലെ. നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇലിസിറ്റ് സെക്സ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ.
നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ശരി, ഏത് തരത്തിലുള്ള ജോലി നമ്മൾ സ്വീകരിച്ചാലും ശരി, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വി വിൽ ഹാവ് ടു ബ്രേക്ക് എനി ഓഫ് ദിസ്. തീർച്ചയായിട്ടും ഇതില്ലാത്ത ഇൻഡസ്ട്രി ഇല്ല, ഇത് ബ്രേക്ക് ചെയ്യാത്ത ഇൻഡസ്ട്രി ഇല്ല. ഒന്നല്ലെങ്കിൽ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിലും ആ വർക്ക് ചെയ്യുന്ന സ്ഥാപകൻ അതിന്റെ ഓണർ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇൻഡയറക്ട്ലി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഒരു ഗൈഡ്, എക്സ്പേർട്ട് ഗൈഡ് വേണം, ഒരു സ്പിരിച്വൽ മാസ്റ്റർ വേണം, അഡ്വൈസേഴ്സ് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള പാപകർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ പറ്റും. നല്ലൊരു രാജ്യഭരണം, അതേപോലെ പ്രജകളെ നയിക്കണം. അത് മഹാരാജ പരീക്ഷ സഹിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ടല്ലോ, മഹാരാജ പരീക്ഷിത് develop all those good qualities, being a great devotee of the Lord. The real qualification is to become devotee of the Lord, and gradually all the good qualities worthy of possession develop. Maharaja Parikshit was a Mahabhagavata or a first-class devotee. He was not only well-versed in the science of devotion, but also able to convert others to become devotees by stance and instruction. Okay, അദ്ദേഹത്തിന് അതും സാധിച്ചു. തൻ്റെ പ്രജകളെ എവിടേക്ക് ഭഗവത് പാദങ്ങളിലേക്ക്, ഓക്കെ, ആ ഭഗവത് ദർശനത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം നല്ലൊരു രാജാവായിരുന്നു അദ്ദേഹം. ഭഗവാന്റെ രാജാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്. മഹാരാജ പരീക്ഷിത് വാസ് therefore a devotee of the first order, and thus he used to consult great sages and learned brahmanas who could advise him by the shastra how to execute the state administration. അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ തന്നെ എല്ലാ കാര്യങ്ങളുണ്ട്. എങ്ങനെ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആവാം. മഹാരാജ യുധിഷ്ഠിരന് ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെ ആവണം എന്നുള്ളത് ആരാണ് പഠിപ്പിച്ചു കൊടുത്ത? ഭീഷ്മ പിതാമഹ അല്ലെ? ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്ന സമയത്താണ് പഞ്ചപാണ്ഡവന്മാരും കൃഷ്ണനും കൂടി പോകുന്നത്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഭീഷ്മ പിതാമഹൻ മഹാരാജ യുധിഷ്ഠിര മഹാരാജാവിനും മറ്റുള്ള പാണ്ഡവന്മാർക്കും എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസും പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള മഹാഭാഗവതന്മാരുണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്ത് അതില്ല. സോ ലേണഡ് ബ്രാഹ്മണാസ് ഉണ്ടായിരിക്കണം, സാധുജനങ്ങൾ ഉണ്ടായിരിക്കണം, സ്പിരിച്വൽ മാസ്റ്ററുടെയും ഓരോരുത്തർക്കും അവരെ മെന്റർ ചെയ്യാനുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സ് വേണം. എന്നാൽ മാത്രം, അതാണ് നമ്മൾ ഗുരു, സാധു ആൻഡ് ശാസ്ത്ര. ഗുരു നമ്മളെ വൗച്ച് ചെയ്യും. ഓക്കെ, ഗുരു ഈസ് വാച്ചിങ് ഫോർ us. ശരിക്കും നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യും. അപ്പോൾ വാണിപ്രകാരം അല്ലെങ്കിൽ വപു വാണി, ഫിസിക്കലി അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ത്രൂ. സാധുജനങ്ങൾ സെയിൻലി പേഴ്സണാലിറ്റീസ്, അവരെയാണ് ഗുരു ഫോളോ ചെയ്യുന്നത്. സാധുജനങ്ങൾ ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാ നല്ല ക്വാളിറ്റീസും നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് അവര് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഹൗ ടു എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതേപോലുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നല്ല ചാണക്യ പണ്ഡിത് അല്ലെ, നല്ലൊരു അഡ്വൈസർ ആയിരുന്നു ചന്ദ്രഗുപ്ത മൗര്യന്. അങ്ങനെ ഈവൻ വളരെ അധികം കാലം പഴക്കില്ല, അതൊക്കെ കലിയുഗത്തിലുള്ള ആൾക്കാരാണ്. ആ സമയത്തും കൂടി നല്ല നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന രാജാക്കന്മാർക്കും. ഓക്കെ, ഛത്രപതി ശിവാജിക്ക് അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. ഒരു സ്പിരിച്വൽ അഡ്വൈസർ ആരാണ്? സന്ത് തുക്കാറാം, അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഡ്വൈസ് അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചിരുന്നു. അപ്പൊ ഈവൻ റീസെന്റ് പാസ്റ്റിലും കൂടിയും രാജാക്കന്മാർക്ക് നല്ല നല്ല അഡ്വൈസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ രാജഭരണം കഴിഞ്ഞില്ലേ, അതിനുശേഷം എല്ലാം നശിച്ചു. ഡെമോക്രസിയാണ് ഇപ്പം. അത് ഡെമോക്രസി അല്ല, എന്നാണ് പറയുന്നത്, ഡെമൺ ക്രേസി. അതാണ് ഇന്നത്തെ കാലത്തുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് അനാർക്കി, അരാജകത്വം സംഭവിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. സോ സച്ച് ഗ്രേറ്റ് കിങ്സ് were more responsible than modern elected executive heads because they oblige the great authorities by following their instructions left in Vedic literatures. അപ്പോൾ അങ്ങനത്തെ അന്നത്തെ കാലത്തെ രാജാക്കന്മാര്, ഞാൻ പറഞ്ഞ ഈവൻ റീസെന്റ് പാസ്റ്റിൽ കൂടി നല്ല നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു. അവര് പ്രജകളെ എങ്ങനെ നന്നായിട്ട് ഒരു ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്, അതായത് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തി നല്ല സിറ്റിസൺസ് ആയിട്ട്, ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ടായിരുന്നു. സോ
because they oblige the great authorities by following their instruction left in the Vedic literature. വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അത് പ്രകാരം അവരെ രാജ്യം ഭരിച്ചിരുന്നു. അതാണ് അതിന്റെ ഒരു നല്ല വശം. There was no need for impractical fools to enact daily a new legislative bill and to conveniently alter it again and again to serve some purpose. അപ്പോൾ അന്നത്തെ കാലത്ത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നിയമങ്ങളൊന്നും ഒരിക്കലും ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശാസ്ത്രത്തിൽ പറഞ്ഞത് അന്നും ഇന്നും വരുന്ന ഭാവിയിലും നമുക്കത് റിലവൻ്റ് ആണ്. ഒരിക്കലും അതിനെ ആ റൂൾസിനെ ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് ഒരു ബില്ല് പാസ്സാക്കിയാൽ 2 ദിവസം കഴിഞ്ഞാൽ അതിനെ അമെൻഡ് ചെയ്യും, അങ്ങനെ പിന്നെ അമെൻഡ് ചെയ്തില്ലേ അതിനെ അബോളിഷ് ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു ഒരു റൂള് ഒരു ഡിഗ്രി കൊടുത്താൽ അതൊരിക്കലും കാലകാലത്തുണ്ടായിരിക്കില്ല. അതിങ്ങനെ അമെൻഡ് ചെയ്തോ ശരിക്കും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തോ അബോളിഷ് ചെയ്തോ കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒരിക്കലും അത് അമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ ഓൾ ടൈം, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പൊ അതാണ് പ്രഭാത് പറയുന്നത്, there was no need for impractical fools to enact daily a new legislative bill and to conveniently alter it again and again to serve some purpose only. The rules and regulations were already set forth by great sages like Manu, Yajnavalkya, Parashara and other liberators to each. ഇവരൊന്നും സാധാരണ ആൾക്കാരല്ല, ഇവരൊക്കെ ലിബറേറ്റഡ് ആണ്. നമ്മളെല്ലാം ആരാണ്? ബദ്ധാത്മാക്കളാണ്. അപ്പൊ ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? സേജസ്, സാധുജനങ്ങളെ. എങ്ങനെ? മനു, യജ്ഞവൽക്യ, പരാശര, അങ്ങനെയുള്ള ലിബറേറ്റഡ്സ് എന്ന് പറഞ്ഞാൽ അവർ ഈ മൂന്ന് ഗുണത്തിന്റെയും അധീനത്തിലുള്ള ആൾക്കാരല്ല. 3 ഗുണത്തിന്റെ അധീനത്തിൽ അല്ലാത്തത് കൊണ്ട് അവർ കൊണ്ടിരുന്ന ഒരു നിയമങ്ങളും അതിൽ ഫ്ലോസ് ഉണ്ടാവില്ല, തെറ്റുകൾ ഉണ്ടാവില്ല. അത് അമെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അത് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മൾ 3 ഗുണത്തിന്റെ അധീനത്തിലായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും എന്താണെങ്കിലും ശരി, നമ്മൾ തീരുമാനിക്കുന്ന ഓരോ തീരുമാനങ്ങളും അതിലെല്ലാം ഫ്ലോസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ തീരുമാനങ്ങൾ നമുക്ക് മാറ്റേണ്ടി വരുന്നത്, നിയമങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് മനു ആയാലും ശരി, മനു സംഹിത തന്നു അല്ലെ, യജ്ഞവൽക്യൻ, അതേപോലെ പരാശരമുനി, അങ്ങനെയുള്ള ഒരുപാട് സാധുജനങ്ങൾ, സെയിൻലി പേഴ്സണാലിറ്റീസ് നമുക്ക് തന്നിരിക്കുന്ന ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാവർക്കും, ബ്രാഹ്മണന്മാരെന്ത് ചെയ്യണം, ക്ഷത്രിയന്മാരെന്ത് ചെയ്യണം, വൈശ്യരെന്ത് ചെയ്യണം, ശൂദ്രരെന്ത് ചെയ്യണം, എങ്ങനെ പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങനെ അവർ ജീവിക്കണം ഒരു സൊസൈറ്റിയിൽ, ഇതെല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട്. ഒരാള് സുപ്പീരിയർ, ഒരാൾ ഇൻഫീരിയർ എന്നുള്ള കാര്യമല്ല അവിടെ പറയുന്നത്. പരസ്പരം സഹായിച്ച് കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു നല്ല സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കാം, അതാണ് അവർ പറഞ്ഞു തരുന്നത് ഈ സംഹിതകളിലൂടെ. അതെന്താ പറയുന്നത്? were all suitable for all ages in all places, for past, present and future. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഈ ഭൂഗോളത്തിൽ എവിടെ വേണമെങ്കിലും എല്ലാ പ്ലേസസിലും ഈ നിയമങ്ങൾ ബാധകമായിരിക്കും. അത് ഇൻടാക്റ്റ് ആണ്, അതിനെ ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് അമെൻഡ്മെന്റ് ആവശ്യമില്ല. നേരെ മറിച്ച് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ഏത് നിയമവും പെർഫെക്റ്റ് അല്ല, അത് സമയം, ദേശകാലപാത്രം അനുസരിച്ചിട്ട് നമുക്ക് അമെൻഡ് ചെയ്യേണ്ടി വരും. So therefore, the rules and regulations were standard and without flaw or defect. Kings like Maharaja Parikshit had their council of advisors. Now, all the members of that council were either great sages or brahmanas of the first order. First class brahmanas or great sages ആയിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളിലെ ഫ്ലോസ്, തെറ്റുകൾ, പോരായ്മകൾ ഉണ്ടാകും. കാരണം എന്താ? നമുക്ക് 4 ഡിഫക്ട്സ് ഉണ്ട്. എന്താണ് 4? ഇംപെർഫെക്റ്റ് സെൻസസ്, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ്, സബ്ജക്ട് ടു ബി ഇല്യൂഷൻ, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. ഈ 4 ഇംപെർഫെക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് നിയമങ്ങളും അതിൻ്റെതായിട്ടുള്ള ഫ്ലോസ് ഉണ്ടായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഗ്രേറ്റ് സേജസ് ഓർ ബ്രാഹ്മണാസ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ, ഫസ്റ്റ് ക്ലാസ് ബ്രാഹ്മണാസ് ഉണ്ടാക്കുന്ന, അവര് ബദ്ധാത്മാക്കളുടെ ആ കാറ്റഗറിയിൽ വരില്ല, അവർ മുക്താത്മാക്കളുണ്ട്. അവര് ഉണ്ടാക്കുന്ന എന്തും, അവർ പറയുന്ന എന്തും വിത്തൗട്ട് ഫ്ലോസ്, വിത്തൗട്ട് എറേഴ്സ്.
ആയിരിക്കും. സോ ദേ ഡിഡ് നോട്ട് അക്സെപ്റ്റ് എനി സാലറി. അല്ലെ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ E&OE പറഞ്ഞിട്ട് ഇതുണ്ടാവും, അവിടെ കണ്ടിട്ടുണ്ടാവും അല്ലെ, എറേഴ്സ് ആൻഡ് ഒമിഷൻസ് അക്സെപ്റ്റഡ്. എന്താണ് E&OE? അതായത് വി ആർ നോട്ട് ഷുവർ, നമുക്കറിയില്ല ഇത് പെർഫെക്റ്റ് ആണോ, അതിൽ എറേഴ്സ് ഉണ്ടായിരിക്കാം, ഒമിഷൻസ് ഉണ്ടായിരിക്കാം. അത് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം നമ്മൾ പെർഫെക്റ്റ് സെൻസസ് ഇല്ല, നമുക്ക് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ഉണ്ട്, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ആൻഡ് സബ്ജക്ട് ടു ബില്യൂഷൻ. പക്ഷെ ഭഗവത്ഗീതയിലോ അത് കാണില്ല, E&OE കാണില്ല. ഓ പെർഫെക്റ്റ് ആണത്, 100% പെർഫെക്റ്റാ, ഫ്ലോലെസ്. അതാണ് നമ്മുടെ ശാസ്ത്രം. പക്ഷെ ആ ശാസ്ത്രത്തിനാണ് ഇന്നത്തെ ആൾക്കാർ കുറ്റം പറയുന്നത്. എന്താണ് തെളിവുള്ളത്? ഇതെല്ലാം മിത്തോളജി അല്ലേ, ഇതെല്ലാം ഇമാജിനറി അല്ലേ? ഇമാജിനറി ഇന്നത്തെ ആൾക്കാരാണ്. എല്ലാം അവരുടെ ഇന്റലിജൻസ്, അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട്, അവരുടെ കോൺഷ്യസ്നെസ് ലെവലുള്ള ആ ഇമാജിനറി അവരുടെ പെർസെപ്ഷനാണ് അവരുടെ എഴുത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത്, അവരുടെ കൃതികളിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. നേരെ മറിച്ച് ശാസ്ത്രം ഭഗവാന്റെ അനുഗ്രഹപ്രകാരം, ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്ത ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവരെല്ലാം ഇത് എഴുതി വയ്ക്കുന്നത്. സ്വന്തം ഇന്റലിജൻസോ അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയോ സ്വന്തം കഴിവോ അല്ല അവിടെ. ഇപ്പോ ശ്രീ നാരായണ ഭട്ടതിരിപ്പാടിന് നാരായണീയം എഴുതാൻ കഴിഞ്ഞു. ആരാണ് ഡിക്റ്റേറ്റ് ചെയ്തത്? ശ്രീ ഗുരുവായൂരപ്പൻ സ്വയം അല്ലേ? അപ്പൊ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടാവും? ഇല്ല, ഒരു ഫ്ലോ ഉണ്ടാവില്ല. ഗോവിന്ദ ഭാഷ എഴുതി ബൽദേവ് വിദ്യാഭൂഷൺ, ആരാണ് ഡിറ്റക്ട് ചെയ്തത്? രാധാ മദൻ മോഹൻ. അപ്പോ അവിടെ അവരുടെ സ്വന്തം കഴിവിലല്ല, അവര് ഭഗവാന്റെ മേഴ്സി, ഭഗവാന്റെ അനുഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആരെ ആശ്രയിക്കണം? ഫസ്റ്റ് ക്ലാസ് ബ്രാഹ്മണാസ് ഓർ ഗ്രേറ്റ് സേജസ്, അല്ലെങ്കിൽ ഭഗവാനെ, നമ്മുടെ അവരുടെ അനുഗ്രഹം. ഇപ്പം ഗുരുവിന്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം, അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും വിത്തൗട്ട് എനി ഫ്ലോ, ഒരു തെറ്റും ഒരു പോരായ്മയും ഒരു കുറവും ഉണ്ടായിരിക്കില്ല. സോ ദേ ഡിഡ് നോട്ട് അക്സെപ്റ്റ് എനി സാലറി നോർ ഹാഡ് ദേ എനി നെസസിറ്റി ഫോർ സച്ച് സാലറി. പിന്നെ അനദർ വേറൊരു പോയിന്റ് ഇവിടെ പ്രഭാത് പറയുന്നത്, അന്നത്തെ കാലത്ത് ബ്രാഹ്മണന്മാർ, അഡ്വൈസേഴ്സ് സാലറിക്കല്ല വർക്ക് ചെയ്യുന്നത്, ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ കാലത്ത് തുച്ഛ ശമ്പളം കിട്ടാൻ വേണ്ടി അവർ എന്തും വിളിച്ച് പറയും, എന്തും ചെയ്യും, എന്തും എഴുതും, ആരുടെ പ്രീതിക്ക് വേണ്ടി മറുവാക്കും. കാരണം എന്താണ്? പർപ്പസ് എന്താണ്? എനിക്ക് കുറച്ച് പൈസ കിട്ടണം. അപ്പൊ അതിന് എന്ത് തെമ്മാടിത്തരം വേണമെങ്കിൽ ചെയ്യും. അവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. അവർക്ക് ആ സാലറിയുടെ ആവശ്യമേ ഇല്ല. അവർക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് ഇഷ്ടം പോലെ എന്താണ് ദാനം കിട്ടും, ദക്ഷിണ കിട്ടും, അത് ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അവർക്ക് യാതൊരു ആർത്തിയില്ല, ഗ്രീഡിയല്ല അവര്. അവർക്ക് എന്താണ്? അവരുടെ സർവൈവൽ മാത്രം, അതിനുള്ള ദക്ഷിണയായിട്ട് അവർക്ക് കിട്ടും. ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ പോക്കറ്റ് നിറയണം, ഇന്ദ്രിയ ഭോഗം നടത്തണം. അതിനു വേണ്ടിയിട്ട് ആർക്കാണോ പൈസയുടെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തും അവർ നുണയും പറയും, എല്ലാം പറയും. നല്ല ക്വാളിറ്റീസ് ഉള്ള ബ്രാഹ്മണാസ് വളരെ കുറവാണ് ഈ കലികാലത്ത്. ഉണ്ടായിരിക്കാം, പക്ഷെ വളരെ കുറവാണ്. അപ്പൊ ഇന്ന് സാലറി ആവുണ്ട്. അപ്പൊ ആ സാലറിക്കുള്ള ആഗ്രഹം കൊണ്ട് അവര് എന്താണോ തൻ്റെ മുതലാളി പറയുന്നത്, തൻ്റെ ബോസ് പറയുന്നത്, അത് പ്രകാരം അവർ കേൾക്കുന്നു. ദ സ്റ്റേറ്റ് വുഡ് ഗെറ്റ് ദ ബെസ്റ്റ് അഡ്വൈസ് വിതൗട്ട് എക്സ്പെൻഡിച്ചർ. അന്ന് അവർ സാലറി കൊടുക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, രാജാവിൻ്റെ ഇതാണ് അവരുടെ ഡ്യൂട്ടിയാണ്, കർത്തവ്യമാണ് ഇവരെ നോക്കി സംരക്ഷിക്കേണ്ടത്. അപ്പൊ അതെല്ലാം വേണ്ട പോലെ സംരക്ഷിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു എക്സ്പെൻസും അവർക്ക് വരുന്നില്ല. They were themselves സമദർശി, ഈക്വൽ ടു എവറി വൺ, ബോത്ത് മെൻ ആൻഡ് എനിമൽ. രാജകുമാരൻ സമദർശി. നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസിനി സ്വരി ചൈവ സുപാക്കേച്ച പണ്ഡിത സമദർശി. പണ്ഡിത, ലേണഡ്, അവരെങ്ങനെ സമദർശി. സമദർശി മനുഷ്യന് മാത്രമല്ല, എല്ലാവരെയും, എല്ലാ ജീവജാലങ്ങളും, അത് മനുഷ്യരായിക്കോട്ടെ അല്ലെങ്കിൽ മൃഗങ്ങളായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരെയും ഈക്വൽ. എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം കൊടുക്കും അല്ലെ. ഒരാളെയും നമ്മള് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല. അതാണ് ഒരു നല്ല രാജാവ്. അപ്പോൾ രാജാവ്
പ്രജകൾ, അതായത് മനുഷ്യരെ മാത്രമല്ല സംരക്ഷിക്കുന്നത്, ബാക്കി എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ട കടപ്പാട് അവർക്കുണ്ട്. They would not advise the king to give protection to man and instruct him to kill the poor animals. അപ്പൊ ഇത് പ്രത്യേകിച്ച് പ്രവാദം എടുത്തു പറയാണ്. ഒരിക്കലും ഈ ബ്രാഹ്മണന്മാര് രാജാക്കന്മാരോട് ഈ അഡ്വൈസ് കൊടുക്കില്ല. അതായത് മനുഷ്യരെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുക, പാവം മൃഗങ്ങളെ കൊന്ന് ഭക്ഷിച്ചോളൂ എന്ന് പറയില്ല. കാരണം അവർക്കറിയാം എന്താണ് ഭഗവാന്റെ ഇച്ഛ, എന്താണ് ശാസ്ത്രം എന്താണ് പറയുന്നത്, അത് പ്രകാരം മാത്രമേ അവര് അഡ്വൈസ് കൊടുക്കുള്ളൂ. Such council members were not fools or representatives to compose a fool's paradise. പ്രഭാത വളരെ ഹെവി സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. Such council members were not fools or representatives to compose fool's paradise. അല്ലെ, വിഡ്ഢികളുടെ സ്വർഗം, അതിനു വേണ്ടിയിട്ടല്ല അങ്ങനത്തെ കൗൺസിൽ മെമ്പേഴ്സ്, ബ്രാഹ്മണേഴ്സ് ഓർ അഡ്വൈസേഴ്സിനെ വെച്ചിരിക്കുന്നത്. They were all self-realized souls. And they knew perfectly well how all living beings in the state would be happy both in this life and in the next. അപ്പോൾ അവരെല്ലാം ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള മുക്ത ആത്മാക്കളാണ്. മറ്റേ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, പ്രതിനിധികളാണ്. ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രകാരം അവര് രാജ്യം ഭരിക്കുന്നു. അവർക്ക് തൻ്റെ പ്രജകളെ എങ്ങനെ ഈ ജന്മത്തിനും ഈ ലൈഫിലും അതേപോലെ വരാൻ പോകുന്ന ലൈഫിനും എങ്ങനെ സന്തോഷത്തോടെ അവരെ നയിക്കാൻ പറ്റും എന്ന് അവർക്കറിയാം. അപ്പോൾ ഈ ലൈഫില് ശരിക്കും നന്നായിട്ട് ഒരു ഭക്തനായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അടുത്ത ലൈഫ് നമുക്ക് എന്തായി ആധ്യാത്മിക ലോകത്തിലേക്ക് നമുക്ക് പോകാനുള്ള അവസരം കിട്ടും. അതായത് നമുക്ക് സച്ചിദാനന്ദമായിട്ടുള്ള ഒരു ശരീരം കിട്ടും. വീണ്ടും ഒരു ജനനം ഈ ഭൗതിക ലോകത്തിൽ എടുക്കേണ്ടി വരില്ല. സോ ഇൻ ദിസ് ലൈഫ് ആൻഡ് ഇൻ ദ നെക്സ്റ്റ് മീൻസ് തീർച്ചയായിട്ടും promotion to the Vaikuntha planets or spiritual planets. They were not concerned with the hedonistic philosophy of eat, drink and marry and enjoy. Eat, drink, be merry and enjoy. Khavo piyo, ash karo, mos karo. അതാണ് eat, drink, be merry and enjoy. അതാണ് ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെ ഫിലോസഫി, സിദ്ധാന്തം. എങ്ങനെയെങ്കിലും അത് മോഷ്ടിച്ചിട്ടാണെങ്കിലും ശരി, മറ്റുള്ളവരെ കൊന്നിട്ടാണെങ്കിലും ശരി, മേക്ക് മണി ആൻഡ് ഹാവ് സെൻസ് എൻജോയ്മെന്റ്. ദേ വർ ഫിലോസഫേഴ്സ് ഇൻ ദ റിയൽ സെൻസ് ആൻഡ് ദേ ന്യൂ വെൽ വാട്ട് ഈസ് ദ മിഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്. Under all these obligations, the advisory council of the king would give correct directions, and the king or executive head, being himself a qualified devotee of the Lord, would scrutinizingly follow them for the welfare of the state. അപ്പൊ അവരുടെ എന്താണ് ഉദ്ദേശം, അവരുടെ ലക്ഷ്യം എന്താണ്? അതായത് രാജാവിന്റെ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ്, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, വെൽഫെയർ ഓഫ് ദ ലിവിങ് എനിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ശാസ്ത്രത്തിലെ ഓരോ നിയമങ്ങളും അവരെ വളരെ വളരെ സ്ക്രൂട്ടിനൈസിംഗ്ലി ഫോളോ ചെയ്യും ആൻഡ് മെറ്റിക്കുലസ്ലി അവര് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ആർക്ക് വേണ്ടിയിട്ട്? ഫോർ ദ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ്. അതാണ് അവരുടെ ലക്ഷ്യം. ഇന്നത്തെ ആൾക്കാർക്ക് സ്വന്തം പോക്കറ്റ് നിറയണം, സ്വന്തം കാര്യങ്ങൾ നടക്കണം, മറ്റുള്ളവർ എങ്ങനെയായാലും ശരി, അവർ നരക്കത്തിൽ പോയാലും ശരി, അവർക്ക് യാതൊരു പ്രശ്നമില്ല. തന്നെ ഇഷ്ടം. The state in the days of Maharaja Yudhishthira or Maharaja Parikshit was a welfare state in the real sense of the term, because no one was unhappy in that state. Be he man or animal, Maharaja Parikshit was an ideal king for a welfare state of the world. ഒരു വളരെ നല്ലൊരു രാജാവായിരുന്നു മഹാരാജ പരീക്ഷിത്. എങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് നല്ലൊരു മഹാരാജാവായിരുന്നല്ലോ, എംപറർ അല്ലെ, ചക്രവർത്തിയായിരുന്നു. അതേപോലെ മഹാരാജ പരീക്ഷിത്തും നല്ലൊരു ഐഡിയൽ കിങ് ആയിരുന്നു. അദ്ദേഹം തൻ്റെ പ്രജകളെ, തൻ്റെ രാജ്യത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട്, മനുഷ്യർക്ക് മാത്രമല്ല ഇവൻ മൃഗങ്ങൾക്കും ഒരേപോലെ നല്ലത് വരാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതാണ് മഹാരാജ പരീക്ഷിതിനെ ഇവിടെ രാജഭരണം കൊടുത്തിട്ട് അദ്ദേഹം ഒരു നല്ലൊരു രാജഭരണം കാഴ്ചവെച്ചു. എങ്ങനെ യുധിഷ്ഠിര മഹാരാജ നല്ലൊരു രാജാവായിരുന്നു, അതേപോലെ തന്നെ. ഈ ചാപ്റ്ററിലാണ് മഹാരാജ പരീക്ഷിത്ത് കലി പേഴ്സണാലിറ്റിയെ മീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ വേഴ്സ്. സ ഉത്തരസ്യ തനയാം ഉപയേമായിരാവതിം
जनमे जयादिं चतुरस् तस्याम् उत्पादयत्सुतान् स उत्तरस्य तनयाम् उपयेमायिरावतिम् जनमे जयादिं चतुरस् तस्याम् उपादयत्सुतान्. हरे कृष्ण. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. സ ഉത്തരസ്യ തനയാ ഉപയേമ ഇരാവതീം ജനമേ ജയ ആദിം ചതുരാസ്തസ്യ ഉൽപാദയത് സുതാൻ. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. പരീക്ഷിത്ത് മഹാരാജാവ് ഉത്തര രാജാവിന്റെ പുത്രിയെ പരിണയിക്കുകയും 4 പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു. ജനമേജയ മഹാരാജാവ് അവരുടെ മൂത്ത പുത്രനായിരുന്നു. ഹരേ കൃഷ്ണ. Haribol. King Parishit married the daughter of King Uttara and begot 4 sons, headed by Maharaja Janamejaya. Parishit Maharaja ആരാണ് വിവാഹം ചെയ്തത്? ഉത്തര രാജകുമാരൻ. ആരാണ് ഉത്തര രാജകുമാരൻ? ആരാണ്? എവിടുത്തെ രാജകുമാരനാണ്? മത്സ്യദേശത്തെ അല്ലേ പ്രഭു? മത്സ്യദേശത്തെ രാജകുമാരൻ. അതായത് തന്റെ അമ്മയുടെ ആരാണ്? ഉത്തരയുടെ ആരാണ്? ബ്രദർ അല്ലേ? ഉത്തര ബ്രദർ. അപ്പൊ ആരെയെ കല്യാണം കഴിച്ചത്? അമ്മാവന്റെ മകളെ അല്ലെ? ഉത്തരകുമാർ. അതിന്റെ എത്ര മക്കൾ കിട്ടി? begot 4 sons, headed by Maharaja Janamejaya. Maharaja Janamejayana. Okay. So, Parikshit Maharajaviന്റെ ശേഷം രാജമന്മാർക്ക് വന്നു, ജനമേജയൻ വന്നു. So, Maharaja Uttara was the son of Virata and maternal uncle of Maharaja Parikshit. Iravati, being the daughter of Maharaja Uttara, was the cousin sister of Maharaja Parikshit. Iravati, being the daughter of Maharaja Uttara, was a cousin sister of Maharaja Parikshit. But cousin brothers and sisters were allowed to get married if they did not belong to the same Gotra or family. So, Prabhupada purport പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്തും ഈ വിവാഹം ഉണ്ട് അല്ലെ? മുറപ്പെണ്ണ് ചെറുക്കനൊക്കെ പറയും അമ്മാവന്റെ മകൾ അല്ലേ? അത് നടക്കുക. ഇവിടെ പറയുന്നത് പ്രഭാത പറയുന്നത് അതായത് സെയിം ഗോത്രം അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. അമ്മാവന്റെ ഇപ്പോ അർജുനനും സുഭദ്ര മയ്യെ കല്യാണം കഴിച്ച എങ്ങനെയാണ്? അതും റിലേഷൻ അല്ലേ? അതും കസിൻ അല്ലേ? അതെ. എങ്ങനെയാണ് വരുന്ന ആ ബന്ധം? കൃഷ്ണന്റെ അമ്മായിയാണല്ലോ സുഭദ്ര. ആരായിട്ട് വരും? അർജുനന്റെ അമ്മായിയുടെ മോളായിട്ട് വരും. ആരുടെ മകളാണ് സുഭദ്ര? രോഹിണിയാണ്. യെസ്. ഓക്കെ. വസുദേവര്, അതായത് കുന്തി മഹാറാണിയുടെ ബ്രദർ വസുദേവരുടെ വേറെ ഭാര്യയിലാണ്, രോഹിണി പത്നിയിലാണ് സുഭദ്ര മഹാറാണി അല്ലേ? ദേവകിയുടെ പുത്രനല്ല, വേറെ. അപ്പൊ അതുകൊണ്ട് ഗോത്രം മാറി. അവിടെ സെയിം ഗോത്രം അല്ല. അതാണ് പ്രഭാത പറയുന്നത്, സെയിം ഗോത്രം അല്ലെങ്കിൽ യു ക്യാൻ മാരി ദ കസിൻ. സോ ഇൻ ദ വേദിക് സിസ്റ്റം ഓഫ് മാരേജ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗോത്ര ഓർ ഫാമിലി was stressed. Arjuna also married Subhadra. അവിടെ പറയുന്നുണ്ട്, Arjuna also married Subhadra although she was his maternal cousin sister. നമ്മുടെ സൈഡിൽ നിന്ന്, കുന്തി മഹാറാണിയുടെ സൈഡിൽ നിന്ന്. ജനമേജയ, അതായത് 4 മക്കളുടെ പ്രധാനപ്പെട്ടവരാണ് ജനമേജയ. One of the Rajarshi kings of the and the famous son of Maharaja Parikshit. രാജ ഋഷിയാണ്, രാജാക്കന്മാരിൽ ഋഷിയാണ്. ഓർഡിനറി രാജാക്കന്മാരുടെ വരുന്നു, പരീക്ഷിത് മഹാരാജും യുധിഷ്ഠിരന്മാരും ഇവരെല്ലാം രാജർഷികളാണ്. രാജർഷി കിങ്സ് and the famous son of Maharaja Parikshit. His mother's name was Iravati, or according to some, Madravati. Maharaja Janamejaya begot 2 sons of the names Jnatanika and Sankukarna. He celebrated several sacrifices
in the Kurukshetra pilgrimage site. And he had 3 younger brothers named Shrutasena, Ugrasena, and Bhimasena. ജനമേജയന്റെ 3 സഹോദരന്മാരുടെ പേരാണ്. എന്താണ്? ശ്രുതസേന, ഉഗ്രസേന ആൻഡ് ഭീമസേന 2. മറ്റേ ഭീമസേന പഞ്ചപാണ്ഡന്മാരുടെ ഇതല്ല, ആ ഭീമസേന അല്ല, അതേല മറ്റേ ഉഗ്രസേനും അല്ല. രണ്ടും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഹി ഇൻവേഡഡ് തക്ഷശില, അജന്ത, ആൻഡ് ഹി ഡിസൈഡ് ടു അവെഞ്ച് ദ അൺലോഫുൾ കേഴ്സ് അപ്പോൺ ഹിസ് ഗ്രേറ്റ് ഫാദർ മഹാരാജ പരീക്ഷ. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം യാഗം ചെയ്യാണ്ടായി, സർപ്പയജ്ഞം ചെയ്യാണ്ടായി. മഹാരാജ പരീക്ഷ തന്റെ അച്ഛനെ തക്ഷകൻ കൊന്നു എന്നുള്ള ദേഷ്യത്തില് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർപ്പയജ്ഞം ചെയ്യാൻ പിന്നെ പറഞ്ഞു പാടില്ല. അതായത് ഒരു സർപ്പം തന്റെ അച്ഛനെ എന്റെ മരണത്തിന് കാരണമായതുകൊണ്ട് എല്ലാ സർപ്പങ്ങളെയും നമ്മുടെ ബലി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നിർത്തി. സോ ഹി പെർഫോംഡ് എ ഗ്രേറ്റ് സാക്രിഫൈസ് കോൾഡ് സർപ്പയജ്ഞ to kill the race of serpents, including the Takshaka, which had bitten his father to death. On request from many influential demigods and sages, he had on request from many influential demigods and sages, he had to change his decision to kill the race of snakes, but despite stopping the sacrifice, satisfied everyone concerned in the sacrifice by rewarding them properly. അപ്പോൾ എല്ലാ സാധുജനങ്ങളും അദ്ദേഹം പറഞ്ഞു, പിന്നെ ദേവതമാരും വന്ന് പറഞ്ഞു ചെയ്യാൻ പാടില്ല, തെറ്റാണ് ചെയ്യുന്നത്. സോ ഹി ലിസൺ ടു ദാറ്റ് ആൻഡ് ഹി സ്റ്റോപ്ഡ്. എന്നാലും എല്ലാവരെയും അദ്ദേഹം തൃപ്തിപ്പെടുത്തി ഈ സാക്രിഫൈസ് ചെയ്തിട്ട്. ബട്ട് ഡിസ്പൈറ്റ് സ്റ്റോപ്പിംഗ് ദ സാക്രിഫൈസ് ഹി സാറ്റിസ്ഫൈഡ് എവറി വൺ കൺസേൺ ദ സാക്രിഫൈസ് by rewarding them properly. In the ceremony, Mahamuni Vyasadeva was also present, and he personally narrated the history of the battle of Kurukshetra before the king. അപ്പോൾ ഇവരൊന്നും കണ്ടില്ല അല്ലേ, ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മഹാമുനി വ്യാസദേവൻ കുരുക്ഷേത്ര യുദ്ധത്തിനെ പറ്റിയെല്ലാം ഈ ജനമേജയ രാജാവിന് പറഞ്ഞു കൊടുത്തു. Later on, by the order of Vyasadeva, his disciple Vaishampayana narrated before the king the subject matter of Mahabharata. പിന്നീട് വ്യാസദേവന്റെ ശിഷ്യൻ വൈശമ്പായന് രാജാവിന് മഹാഭാരതത്തിന്റെ യുദ്ധത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. He was much affected by his great father's untimely death and was very anxious to see him again, and he expressed his desire before the great sage Vyasadeva. So Vyasadeva also fulfilled his desire. His father was present before him, and he worshipped both his father and Vyasadeva with great respect and pomp. Being fully satisfied, he most munificently gave charity to Brahmanas present at the sacrifice. അപ്പോ വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് ജനമേജയന് തന്റെ ഫാദറിനെ പരീക്ഷിത് മഹാരാജിനെ കാണാൻ പറ്റിയെന്ന് പറയുന്നു. His father was present before him. He was much affected by his great father's untimely death and was very anxious to see him again. അദ്ദേഹത്തിന്റെ അച്ഛനെ കാണാൻ വീണ്ടും ആഗ്രഹിച്ചു. ആൻഡ് ഹി എക്സ്പ്രസ് ആരോട് പറഞ്ഞു? വ്യാസദേവനോട് പറഞ്ഞു. അപ്പൊ വ്യാസദേവൻ ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തു. സോ ഹിസ് ഫാദർ വാസ് പ്രസന്റ് ബിഫോർ ഹിം. അന്നത്തെ കാലത്ത് എസ്പെഷ്യലി സേജസിന് അങ്ങനത്തെ പല കഴിവുകളുണ്ട്. ഇന്ന് നമ്മളുടെ കഴിവുകളെല്ലാം ഗ്രോസ് ലെവലിലാണ്. അല്ലാണ്ട് സട്ടിൽ ലെവലിലെ കഴിവൊന്നുമില്ല. മന്ത്രശക്തി കൊണ്ടും ധ്യാനം കൊണ്ടും നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അന്ന് മന്ത്രശക്തിയും ധ്യാനം ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അപ്പൊ ആ മന്ത്രശക്തി ഉപയോഗിച്ചിട്ടാണ് തൻ്റെ ഈ തിരോഭാവം നടന്ന അദ്ദേഹത്തിന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് വ്യാസദേവനുണ്ടായിരുന്നു. അല്ലെ, ഇതൊക്കെ വളരെ സട്ടിലായിട്ടുള്ള ഒരു വിദ്യയാണ്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല. ഇന്നത്തെ കാലത്ത് വെറും മെക്കാനിക്കൽ. ഇത് നമ്മളെ ഉപരിഗ്രഹങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ, ഇപ്പോ ചന്ദ്രയാൻ, ചന്ദ്രനിൽ പോകാനും മാർസിൽ പോകാനും എല്ലാം മെക്കാനിക്കൽ ഗ്രോസ് ആയിട്ടുള്ള വിദ്യയാണ്. പക്ഷെ അന്ന് മെഡിറ്റേഷനിലൂടെ അവർക്ക് ഉപരിഗ്രഹങ്ങളിൽ പോകാൻ പറ്റും. നമ്മുടെ ഇദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ സ്വർഗലോകത്തിന് കൊണ്ടുപോയി. അതേ ബോഡിയിൽ തന്നെ, അതേ ശരീരത്തിൽ.
അർജുനെ വൈകുണ്ഠ ലോകത്തിലും കൊണ്ടായി ഭഗവാൻ അല്ലെ, ബ്രാഹ്മണന്റെ മകനെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഭഗവാൻ കൃഷ്ണനെ കാണാൻ. അപ്പൊ അന്ന് ആ സട്ടിൽ വിദ്യ അവൈലബിൾ ആയിരുന്നു. ഇന്ന് ആ സട്ടിൽ വിദ്യ ഇല്ല. ഇന്നെല്ലാം മെക്കാനിക്കൽ മീൻസ്, ഗ്രോസ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതും പെർഫെക്റ്റ് അല്ല. അപ്പൊ ആർക്കും, അതായത് അഷ്ടസിദ്ധി വേണമെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് കിട്ടുമായിരുന്നു. അനിമ, മഹിമ, ലഘിമ, പ്രാപ്തി, അങ്ങനെയുള്ള ഒരുപാട് സിദ്ധികളുണ്ടായിരുന്നു. 8 തരത്തിലുള്ള സിദ്ധികളുണ്ടായിരുന്നു. ഏറ്റവും ചെറുതാവാൻ പറ്റും, ഏറ്റവും വലുതാവാൻ പറ്റും, ഇൻവിസിബിൾ ആവാൻ പറ്റും, ദൂരമുള്ള സ്ഥലത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സിദ്ധികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സട്ടിൽ ലെവല, സൂക്ഷ്മ ലെവലുള്ള വിദ്യകളാണ്. അപ്പൊ അതുകൊണ്ട് വ്യാസദേവനും പരീക്ഷിത് മഹാരാജാവിനെ വീണ്ടും വരുത്തി ജനമേജയന് കാണിച്ചു കൊടുക്കാനുള്ള ആ ശക്തി ഉണ്ടായിരുന്നു. സോ ആൻഡ് ഹി വർഷിപ്പ് ബോത്ത് ഹിസ് ഫാദർ ആൻഡ് വ്യാസദേവ വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ആൻഡ് പോം. ഇവിടെ എന്തിനു പറയുന്നു? മാധവാചാര്യര് അദ്ദേഹത്തിന്റെ തിരോഭാവത്തിന് ശേഷം, അദ്ദേഹം തിരോഭാവം അങ്ങനെ അയാളുടെ മോഡൽ ബോഡിയും കണ്ടിട്ടില്ല. ഹി ഹാസ് ജസ്റ്റ് വാനിഷ് ഇൻ ടു തിൻ എയർ. അന്തരീക്ഷത്തിലേക്ക് പോയി, എവിടെ ഇല്ല. അങ്ങനെ അദ്ദേഹം പോയത് എവിടെയാണ്? നേരെ ബദ്രികാശ്രമത്തിലാണ്. ബദ്രികാശ്രമത്തിൽ പോയിട്ട് തൻ്റെ ഗുരുവിനെ കണ്ടു. ആരാണ് ഗുരു? വ്യാസദേവൻ. വ്യാസദേവനെ കണ്ടു. വ്യാസദേവൻ അപ്പോഴുണ്ടായിരുന്നു അവിടെ, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ കാണാൻ പറ്റും. ഇപ്പൊ ഈവൻ ഇപ്പോ ചിരഞ്ജീവികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ, അവരൊക്കെ വരുന്നുണ്ട്. ഈവൻ നമ്മുടെ ശ്രീരംഗം ടെമ്പിളിലെ അങ്ങനെയുള്ള ഒരുപാട് ടെമ്പിൾസ് ദേവതമാര് വരുന്നുണ്ട്. ദേവതമാരെ നമുക്ക് കാണാൻ പറ്റും? കാണാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് കാണാൻ പറ്റും, അതിനുള്ള കഴിവുണ്ട്. വിഭീഷണൻ വരുന്നുണ്ട് ശ്രീരംഗ, അതായത് ജഗന്നാഥ് പുരിയിലെ രാത്രി ആരാണ് വരുന്നത്? വിഭീഷണൻ വരുന്നുണ്ട്. ആ, എന്തിനു വേണ്ടിയിട്ട്? രാത്രി ദേവതമാർ വന്നിട്ട്, അങ്ങനത്തെ പേഴ്സണാലിറ്റീസ് വന്നിട്ട് അവിടെ ഭഗവാനെ പൂജിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ അതിന് യോഗ്യതയുള്ള ഭക്തന്മാർക്ക് അവർ കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വ്യാസദേവ ആൾസോ ഫുൾഫിൽഡ് ഹിസ് ഡിസയർ. ഹിസ് ഫാദർ വാസ് പ്രസന്റ് ബിഫോർ ഹിം and he worshipped both his father and Vyasadeva with great respect and pomp. Being fully satisfied, he most munificently gave charity to the Brahmanas present at the sacrifice. അപ്പോൾ ആ സാക്രിഫൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബ്രാഹ്മണന്മാർക്കും ചാരിറ്റിയാണ് കൊടുക്കുന്നത്, ശമ്പളമല്ല, ചാരിറ്റി. അപ്പൊ ഇവർക്ക് ഒരുപാട് ചാരിറ്റി കിട്ടും. അവരെന്ത് ചെയ്തൊക്കെ. അപ്പൊ ഈ ബ്രാഹ്മണന്മാരെ അവർക്ക് കിട്ടുന്ന ചാരിറ്റി, അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് വെച്ചിട്ട് അവർ വീണ്ടും ബാക്കിയുള്ളവർക്ക് ചാരിറ്റി കൊടുക്കും. അവരത് അക്യുമുലേറ്റ് ചെയ്ത് വെക്കില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യും. നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ശരി, നമുക്ക് എപ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം എപ്പോഴാണ് കിട്ടുന്നത്? കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ട് സന്തോഷിക്കുകയാണ്, ഉപയോഗിക്കില്ല. മിക്ക ആൾക്കാരും എന്താണ്, നമ്മുടെ കുറെ ഉണ്ട്, അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. അത് ആവശ്യമുണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ ശരി, അത് ഉപയോഗിക്കൂല, മറ്റുള്ളവർക്ക് കൊടുക്കില്ല. പക്ഷേ ബ്രാഹ്മണന്മാർ അങ്ങനെയല്ല. ബ്രാഹ്മണന്മാർ ചാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ വയ്ക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് തിരിച്ച് ഇല്ലാത്തവർക്ക് ദാനം ചെയ്യും. അപ്പൊ അന്ന് എല്ലാം ഇഷ്ടം പോലെ സമൃദ്ധി, ഐശ്വര്യം എല്ലാം ഉണ്ടായിരുന്നു. ഒരാൾക്കും ഒരു കുറവുണ്ടായിരുന്നില്ല. അതാണ് ഈ നല്ല രാജഭരണം ഉള്ള സമയത്ത്, ലൈക്ക് യുധിഷ്ഠിര മഹാരാജു, പരീക്ഷിത് മഹാരാജു, ഭരത് മഹാരാജ് ഒക്കെ ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ സമയത്ത് എന്താ, എല്ലാം സമൃദ്ധമായിട്ട്, എല്ലാ സമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാണ് അങ്ങനത്തെ ഇന്നത്തെ കാലത്ത് എല്ലാവരും രാമരാജ്യം ആഗ്രഹിക്കുന്നതാണ്, എല്ലാം സമൃദ്ധമായിട്ട്, ഒരു ഇതുമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് രാമരാജ്യം വേണം, രാമനെ വേണ്ട. രാമരാജ്യം എല്ലാവരും ആഗ്രഹിക്കുന്നു, പക്ഷെ രാമൻ വേണ്ട.
അത് നടക്കില്ല. ഭഗവാൻ ഇല്ലാതെ, ഭഗവാനെ മാറ്റി നിർത്തി നമുക്ക് എന്താഗ്രഹിച്ചാലും എന്താണ് അത് നമുക്ക് നാശത്തില് എത്തിക്കണം. സോ ടെക്സ്റ്റ് 3. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്. പ്രഭുജി, ഇവിടെ പറയുന്ന വൈശമ്പായനാണോ ഈ വിഷ്ണു സഹസ്രനാമത്തിലെ വൈശമ്പായന ഉവാച എന്ന് പറഞ്ഞിട്ട് പറയണത്? ആയിരിക്കും. വ്യാസദേവന്റെ ശിഷ്യൻ ആയിരിക്കും അജയ്. ആയിരിക്കും. സുത്വധർമാന ശേഷേണ പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ, അറിയാം. എനിക്കറിയില്ല, ആയിരിക്കണം. കാരണം ഒരു വ്യാസമ്പായൻ തന്നെ എനിക്കറിയുള്ളൂ. അത് വ്യാസദേവന്റെ ശിഷ്യനാണ്. വേറെ പേരുള്ള അതേ പേരുള്ള ആളെ ഞാൻ അറിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णवी की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताय गो प्रेमानंदे। हरि हरि बोल। हरे कृष्णा।